പെണ്ണിൻ മനസ്സറിഞ്ഞ പൊന്നിൻ ശേഖരം 45 വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ മിനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി 50% വരെ ഡിസ്കൗണ്ട് ഓഫറിൽ ഡയമണ്ട് ആഭരണങ്ങൾ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ വെറും 2000 രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തികൾ വിവാഹത്തിനും മറ്റാഘോഷങ്ങൾക്കും സമ്മാനമായി നൽകാൻ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാണ്. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു. കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ KVM ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വയ്ക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല. അതിഥി തൊഴിലാളികൾക്ക് മലയാളം പഠിപ്പിക്കാൻ ഒരുങ്ങി പായിപ്ര പഞ്ചായത്ത്. കേരള സർക്കാർ പൊതു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിൽ സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുക പദ്ധതിക്കായി തയ്യാറെടുക്കുകയാണ് പെരുമ്പാവൂർ കഴിഞ്ഞാൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാനക്കാർ ജോലി ചെയ്യുന്ന പായിപ്ര പഞ്ചായത്ത്. സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ചങ്ങാതി സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് 16 വയസ്സിന് മുകളിൽ പ്രായമുള്ള അതിഥി തൊഴിലാളികൾക്ക് ക്ലാസുകൾ നൽകുന്നത്. 3 മാസമാണ് പദ്ധതിയുടെ പഠന കാലയളവ്. സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ ഹമാരി മലയാളം പാഠപുസ്തകത്തെ ആസ്പദമാക്കിയാണ് മലയാള പഠന ക്ലാസുകൾ നൽകുക. അതിഥി തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പദ്ധതി പ്രകാരം പഠന സൗകര്യമൊരുക്കും. പഠിതാക്കൾക്ക് പാഠപുസ്തകവും പഠനോപകരണങ്ങളും സാക്ഷരതാ മിഷൻ നൽകും. ഇത് പ്രകാരം പഠനം പൂർത്തിയാകുന്നതോടെ പരീക്ഷയും നടത്തുന്നതായിരിക്കും. ചങ്ങാതി മികവുത്സവം എന്ന പേരിലായിരിക്കും പരീക്ഷ നടത്തുന്നത്. പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും നൽകുന്ന രീതിയിലാണ് സാക്ഷരതാ പദ്ധതി നടപ്പാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തുകളിൽ ആലോചന യോഗം നടന്നു. യോഗത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളി ജോലി ചെയ്യുന്ന വ്യവസായ സ്ഥാപന ഉടമകൾ, പഞ്ചായത്ത് അംഗങ്ങൾ, സാക്ഷരതാ മിഷൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പറ്റി എന്തിനാണ് ഇത്ര ആശങ്ക എന്ന് ചോദിച്ചാൽ, ഇവർ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയം മാത്രമാണ് ജോലി ചെയ്യുന്നത്. പുറത്തിറങ്ങി അവർ സഞ്ചരിക്കുന്നതും ജീവിക്കുന്നതും ഒക്കെ നമ്മുടെ കേരളത്തിലെ മറ്റുള്ള നമ്മുടെ ആലുവയിലെയും പെരുമ്പാവൂരിലെയും പായിപ്രയിലെയും സാധാരണ മനുഷ്യരോടൊപ്പമാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന സമയത്തൊക്കെ കാണുമായിരുന്നു. അവിടെ നിന്ന് ആലുവ തൊട്ട് മൂവാറ്റുപുഴ വരെ ഞാനിങ്ങനെ നോക്കുമ്പോൾ കാണുന്ന ഇതര സംസ്ഥാന അല്ലെങ്കിൽ അതിഥി തൊഴിലാളികളുടെ ഒക്കെ വായിലിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവർ ചവച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഒരു നിമിഷം പോലും അവരുടെ വായ അനങ്ങാതിരിക്കുന്നത് കാണുന്നില്ല. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കും ഇത് ഞങ്ങൾ ദിവസവും കാണുന്ന ഒരു കാര്യമല്ലേ, അല്ലെങ്കിൽ ഓരോ നിമിഷവും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. പദ്ധതി നടപ്പാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM അസീസ് യോഗം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം AM നൌഷാദ് അധ്യക്ഷത വഹിച്ചു. സാക്ഷരതാ മിഷൻ എറണാകുളം ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ KM സുബേദ പദ്ധതി വിശദീകരിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കി, പഞ്ചായത്ത് സെക്രട്ടറി അസീന P മൈദീൻ, പഞ്ചായത്ത് അംഗങ്ങളായ EM ഷാജി, സുരേന്ദ്രൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി M അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉള്ള പെരുമ്പാവൂർ കഴിഞ്ഞാൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ മൂവാറ്റുപുഴയിലെ പായിപ്ര പഞ്ചായത്തിലാണ്. ആ ഇതര സംസ്ഥാന തൊഴിലാളികളെ എല്ലാവരെയും മലയാള ഭാഷ അവരെ പഠിപ്പിച്ച് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന അവരെ നമ്മളിൽ ഒരാളായി പ്രവർത്തിക്കാൻ വേണ്ട സൗകര്യമൊരുക്കുകയാണ് കേരള സർക്കാരിൻ്റെ. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.